ആരോട് പറയണ്ട. ഞാനാണ് ജയിച്ചത്. ചലഞ്ച് എന്ന് പറഞ്ഞാൽ വെറും ചലഞ്ച് അല്ല, പുതിയ വീഡിയോ എനിക്ക് ഓർമ്മണ്ടേ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം സ്വാഗതം. വ്ലോഗ് എടുക്കണം. അപ്പം ഗൈസ്, ഞാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്നു വ്ലോഗ് എടുക്കണം എന്ന്. അപ്പൊ നമ്മള് ഇന്ന് ടൈം കിട്ടിയതിനെ കൊണ്ട് ഒരു അടിപൊളി ചലഞ്ച് ആണ് അല്ലെ. ചലഞ്ച് വ്ലോഗ് പറഞ്ഞതോ? വ്ലോഗ് പറഞ്ഞാ ചെയ്യാ നമ്മള് പിന്നെ ചെയ്യാന്ന് വ്ലോഗ് പിന്നെ ചെയ്യാം. ഇപ്പൊ നമ്മള് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ചലഞ്ച് എന്ന് പറഞ്ഞാൽ വെറും ചലഞ്ച് അല്ല, കുടിക്കേണ്ട ചലഞ്ചാണ്. ഇതൊക്കെ ഇത്രയും സാധനം നമ്മള് കുടിക്കേണ്ടി വരും. കൊറേ ആയില്ല ചലഞ്ച് വേണം അതിന്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കുടിക്കേണ്ടി വരും. അപ്പൊ ചലഞ്ചിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മളൊരു പിക്ചർ കൊടുത്തിട്ട് അതിന്റെ വേർഡ് ഗസ് ചെയ്യണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ചെയ്യാം. പറയാത്തവർക്ക് കുടിക്കാൻ അത് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു സംഭവം എടുത്തിട്ട് ഇല്ല ഏതായി അരിച്ചാല് ചൂസ് ചെയ്തിട്ട് കുടിക്കാം. ഫസ്റ്റ് ഞാൻ ആശിനോട് ചോദിക്കട്ടോ. ഇതാണ് കേട്ടോ പിക്ചർ, നമ്മളിവിടെ സൈഡില് കൊടുക്കാം ഫോട്ടോ. അപ്പൊ ഈ ഒരു പിക്ചർ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താല് നമുക്കൊരു വേർഡ് കിട്ടും. ഈ വേർഡാണ് പറയേണ്ടത്. ആലോചിച്ചോ. പിന്നെ മുടിയോ ബോ അംബ്രബോ हे प्रभु हे राम कृष्ण जगन्नाथ प्रेमानंद ഓക്കെ, ഈ അംബർലാന്ന് ഈ പറഞ്ഞു, പക്ഷെ അംബർലാന്റെ അടുത്ത് പലതും നടക്കുന്നുണ്ട്. അതൊക്കെ കൂട്ടി ഇനി പറഞ്ഞുതരൂല്ലോ കേട്ടാ. ഇനി ആശയനെ ഗസ് ചെയ്തേ പറ്റുള്ളൂ. അംബോ അംബർബോ അംബർബോൾ ഡബർബോൾ അംബർബോൾ ബോൾ. ഇപ്പൊ ആശയ്ക്ക് കിട്ടിയില്ല ഗൈസ്. ഇതെന്താ വിചാരിച്ചാല് നിങ്ങൾ കിട്ടിണ്ടാവും. ഇത് റെയിൻബോ ആണ് സംഭവം. മഴ പെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ അമ്പർലക്ക് ചുറ്റും നടക്കണ എന്താ നോക്കുന്നു. ഓന് വെറും ആ അമ്പർലയെ പിടിച്ചു കുത്തിരുന്നാണ്. അതൊക്കെ എളുപ്പ സിമ്പിൾ കാര്യമാണ്, ശ്രദ്ധിക്കായിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു നറുക്കെടുത്തോളൂ. ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ഇതെടുത്ത് തുറന്നാലും ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നത്. ഇതുപോലെ ഉപ്പ് വെള്ളം കളിച്ചാ മതി അല്ലേ. ഇതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്നോടന്നെ ചോദിക്കണ്ടി എന്നോടന്നെ ചോദിക്കാം. ഐസ് വാട്ടർ ഐ ഡ്രോപ്പ് ആണ്. ഡ്രോപ്പ് തുള്ളി വീഴുക. ഡ്രോപ്പ് ഐ ഡ്രോപ്പ് ആണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ല. പഠിച്ചോനെ ലെമൺ ജ്യൂസ് കുടിക്കൂ ബേബി. നീ കുടിക്കൂ, നല്ല ടേസ്റ്റ് ആണ്. പുളിയുള്ള മൊത്തം പുളിയാ. പഞ്ചസാര ഇടാത്ത ലെമൺ ജ്യൂസ് കുടിമോനെ. മോനെ ഒന്ന് കുടിച്ചാല് മോനെ, നമുക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളൊന്ന് കുട്ടിനെ കാണാന്. അടുത്തൊരു മായാ തൊടുത്തൊരു പൂവില്ലേ എന്ത് വിധി ഇത്. ഇനി അടുത്ത് ഇത് ലാസ്റ്റ് എന്നിട്ട് ഈനോട് വെച്ചോ. ഓക്കെ, എന്താണ് ഫോട്ടോ എന്നോട് ചോദിക്കരുത്. ഇതെന്താ ഞാൻ ഫുള്ള് ഞാൻ പറഞ്ഞു. ഇതെന്താണ് സാധനം മനസ്സിലാവുന്നത് പോലും ഇല്ല. ഇതെന്തത്? ഫ്രെയിംസ് ആണ്. ഫ്രെയിംസ് റീഡ് ആണോ അത്? എന്താ വർക്ക്
എന്താ നീ അറിഞ്ഞൂല പറഞ്ഞെടുത്ത് ഇനി അറിയൂല. ഫ്രെയിം വർക്ക് ആദ്യമായിട്ട് കഴിച്ചത് ശരിയായത് ഫ്രെയിം വർക്കാണ്. യെസ് കറക്റ്റ് ആണ്. ഓക്കെ നെക്സ്റ്റ് ഇത് സിമ്പിൾ ആണ്. ഇത് ലാസ്റ്റ് അശ്വിനോട് കാർ കാക്ക് അടുക്ക് 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 കാർ കാറ്റ് ഇങ്ങനെ നോക്കി കേട്ടുണ്ട്. നമ്മുടെ എന്താണ് കാറ്റ് എന്ന് ചോദിക്കാം. എന്തോ കാർ കാറ്റ്. നോ ഇത് സിമ്പിൾ ആണ് ഗൈസ്. ഇത് സോ സിമ്പിൾ ആണ്. ഞാൻ നിങ്ങൾക്കും ഇവനും വേണ്ടിട്ട് ഞാനൊരു സിമ്പിൾ ആയിട്ട് സംഭവം കാറ്റിനെ നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. അപ്പോ വീട്ടിൽ വളർത്തുന്നതിന് നമ്മൾ വേറൊരു പേര് പറയും. അതാണ് ഇതിന്റെ ഏറ്റവും ഈസി. എന്താ പറയാ പോറ്റുന്നതിന്റെ പേര്? ഇല്ലല്ല എന്നാ പിന്നെ ഞാൻ രണ്ടിന്റെ വേർഡ് അല്ലല്ല. ഇത് ചലഞ്ച് കാര്യമുണ്ട്. നടക്കൂല. അത് നടക്കൂല്ല. പറഞ്ഞില്ല. പിന്നത് കുടിക്കണ്ടോ? വെള്ളമുണ്ട്. ജ്യൂസും വെള്ളമുണ്ട്. എനിക്കറിയില്ല. ഞാൻ എടുത്ത് കുടിച്ചോളാം. ഓക്കെ ഞാൻ പറയട്ടെ. വീട്ടിൽ എന്താ നോക്ക്. യെസ് ഗായ്സ് ദിസ് ഇസ് ജിഞ്ചറിന്റെ വെള്ളമാണ് എനിക്ക് കുടിക്കാനുള്ളത്. അപ്പൊ ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. കാറ് വീട്ടിൽ വളർത്തുന്ന നമ്മള് ഇതാണ് വീട്ടിൽ വളർത്തുന്നതിന് നമ്മൾ പറയൽ എന്താണ്? പെറ്റ് എന്നാണ് പറയല് അല്ലേ? ശിശു നമ്മളെ പെറ്റല്ലേ? ശക്തിശാലി. ഞാൻ ഇത് കുടിച്ച് കുടിക്കതാ വേണം. കുടിക്ക തന്നെ ചെയ്യണം. കലക്കണ്ടീനി നിർത്തിയില്ല. അല്ല കുടി. ബിസ്മില്ല കുടി. അപ്പൊ കാർപ്പറ്റ് ആണ് കേട്ടോ ആൻസർ വരുന്നത്. കുടി ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് വേഗം കുടിച്ചോളൂ. എങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ ഇടക്ക് ഉണ്ടാക്കാന്ന്. ഓക്കെ കുടിക്കട്ടെ. നീ വേഗം കൂടി. രണ്ടർക്ക് കുടിക്കാണ് നിർബന്ധ. നല്ലതാ. ജലദോഷമൊക്കെ ഉണ്ട വേഗം പോവും. അതെ അടിയിലായി പോയിട്ടാ. അത്ര ഇതില്ലാത്ത കണ്ടോ. അടിയിൽ അതിന്റെ അടുത്തുള്ള ഞാൻ വിചാരിച്ച് ചോദിക്കില്ലാന്ന്. എന്താ മോനെ ജ്യൂസ് കൂടി കുടിച്ചാള്. ശക്തിശാലി. അതെ ഞങ്ങള് കണ്ടു ഇപ്പൊ അല്ലേ? നമ്മള് കണ്ടു. ജ്യൂസും ഇല്ലേ ഈ നാട്ടില്? ഓക്കെ ഇനി ഇന്നോട് ചോദിക്കും. രണ്ടും പ്ലസ് കിട്ടുമോ ഒരു സംഭവം? ഗൈസ് ഇത് വെരി സിമ്പിൾ ആണ്. ആള് ഇരിക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് എന്താണ്? കടലേ വെള്ളോ? വെള്ളാണ് കാണുന്നത്. അപ്പൊ ഇരിക്കുന്ന എവിടാന്ന് ആദ്യം ആലോചിക്കുക. എവിടെ ഇരിക്കുന്നത്? മരത്തിന്റെ താഴെയാണ് ഇരിക്കുന്നത്. അപ്പൊ അണ്ടർ വാട്ടർ ഗൈസ്. അണ്ടർ വാട്ടർ. കൈയടിക്കൂലേ നീ? കാലും ബോൾ. സിമ്പിളായി. സിമ്പിളായി. നീ പറഞ്ഞു. കഞ്ഞോണ്ട് ബോൾ കെട്ടു. വേർഡ് കണ്ടെത്താനാ പറഞ്ഞത്. സിമ്പിളാണോ? സിമ്പിൾ ആണ്. കാലിന് എന്താ ഇംഗ്ലീഷ് പറയാ? ഫുട്ബോൾ. ഫുട്ബോൾ. എന്താ കൈയടിക്കാത്തത്? എന്റെ ഞാൻ കൈയടിച്ചേരില്ലേ? ഞാൻ നല്ലോണം പ്രോത്സാഹിപ്പിക്കില്ല. അടുത്തതാ ഇതാണ്.
ഇത് എളുപ്പാണ്. എന്താ ഇത് എനിക്ക് വേഗം മനസ്സിലായിട്ടോ. അപ്പൊ ഞാൻ ആഷിനോ തന്നെ ചോദിക്കല്ല, അങ്ങനെയുള്ള ഒരു ചലഞ്ചാണ്. എന്നാ കൂടി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എന്നാൽ ആശി ഒന്ന് ചിന്തിച്ചു നോക്ക്. മോനിപ്പോ കൊണ്ടുവരുന്ന കേക്കിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു ഇതിന്റെ പേരാണ് കൊമ്പ്. ഇത്ര കുറെ എന്തല്ലാത്ത മനുഷ്യരെ ഞാൻ കണ്ടില്ല. ബ്ലാക്ക്ബെറി ആണ് ഗൈസ്, ബ്ലാക്ക്ബെറി. നെക്സ്റ്റ് വൺ സിമ്പിൾ ആണ് ഗൈസ്. റെഡ് ആയ നമ്മൾ ട്രാഫിക്കിൽ എന്താ ചെയ്യാ? ഗോ. റെഡ് ആയാലോ? റെഡ് ആയ സ്റ്റോപ്പ്. അപ്പൊ നമ്മള് സ്റ്റോപ്പ് എന്നാണ് പറയാ. നെക്സ്റ്റ് എന്താ ഉള്ളത്? സ്റ്റോപ്പ് വാച്ച്. ഇത് സിമ്പിൾ ആണ്. നേരത്തെ ഇത് ആശി പറയണ്, കാരണം നേരത്തെ ഒക്കെ ഞാനാ പറഞ്ഞ, ആശി പറയുന്നില്ല. ഫുഡാണ് കാരണം ഫസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഫോട്ടോ എന്നിട്ട് മനസ്സിലായി. അതെന്താ പറയാ ഈ കുട്ടിന്റെ അതാണല്ലോ എളുപ്പം. മറ്റേ ഞാൻ പറഞ്ഞല്ലോ കുട്ടിന്റെ ഒന്ന് പറഞ്ഞതാ. പുറത്ത് എന്താ ഉള്ള? കൊട്ടയാണെന്ന് ഈ പറഞ്ഞു. കൊട്ടക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? ബാഗ്. കൊട്ടക്കോ? എന്റെ പഠിച്ചോൻ എത്രക്കും വലിയൊരു അമ്പട്ടനായി. ബാസ്കറ്റ്. അതാണോ? എന്താ കൂറ്റി? ബാസ്കറ്റ് ബോൾ. സിംഹവും പിന്നെ അതുപോലെ സിംഹത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ടൈഗർ. സിംഹത്തിന് അത്രക്കുണ്ട്. സിംഹത്തിന് ലയൺ എന്നാണ് ചാടിയത്. അല്ല മില്യൺ 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 മില്യൺ. യെസ് ഗൈസ്, മില്യൺ സബ്സ്ക്രൈബേഴ്സ്. മില്യൺ സബ്സ്ക്രൈബേഴ്സ് വേറെ ഒന്നും അറിയില്ല. മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവണമെന്ന് പറഞ്ഞാൽ അറിയാം. എന്താ പറയാ, ഈ കളിയിൽ ആര് ജയിച്ചു? ഓ ഞാനോട് പറയണ്ട. ഞാനാണ് ജയിച്ചത്. ആരോടും അറിയൂല, നാട് മൊത്തം അറിയില്ല. ഇത് ചെയ്യുമ്പോ വലിയ കാര്യത്തിൽ ചലഞ്ച് ചെയ്യാന്ന് വരും. അറിയണോടെല്ലാം അറിയണ മാതിരി. അങ്ങനെ പോയിട്ടാ പറയല്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. പറ്റൂല, അവിടെ ഇരിക്കി. നേരത്തെ ഒന്ന് തോറ്റേന് ഒരു സാധനം കുടിപ്പിച്ചില്ല. അവിടെ ഇരിക്കി. ഇനി ഞാൻ ചലഞ്ച് ഞാൻ വരൂല. അവിടെ ഇരിക്കേ. ഒരിറക്കെടുത്ത് ഞാൻ കണ്ടില്ല. എടുത്തേ, ഒരിറക്കെടുത്തേ. മോനിപ്പോ വരണല്ല. ഇവിടെ ഇല്ല, ഇത് ഫുള്ളാക്കിട്ട് പോയാ മതി.